സുഹൃത്തുക്കളെ, നമ്മുടെ ടോമി ചേട്ടൻ കുറേ മഞ്ഞൾ, നാടൻ മഞ്ഞൾ നട്ടിട്ടുണ്ട്. അപ്പോൾ അത് പറിക്കാണ്. ആ പറിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ തയ്യാറെടുപ്പാണ് ഇതേ ആള് കിള തുടങ്ങി. അപ്പോൾ ടോമി ചേട്ടാ, ഇവിടെ എന്തോരം സ്ഥലത്ത് ചേട്ടൻ ഈ മഞ്ഞൾ നട്ടിട്ടുണ്ട്? സുഹൃത്തുക്കളെ, ഇത് നിങ്ങളെ കാട്ടിത്തരുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അനുസരിച്ചാണ്. അതായത് മുന്ന് കാലത്തൊക്കെ കൊച്ചുകുട്ടികളെ പ്രസവിച്ച് വീണ് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളെ മഞ്ഞൾ ചതച്ച് വെള്ളത്തിൽ കുളിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഇന്ന് ആ കാലഘട്ടം മാറി മഞ്ഞൾ പോലും കാണാൻ പറ്റാത്ത സ്റ്റേജിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ക്യാൻസർ രോഗത്തിനും ഷുഗർ രോഗത്തിനും മറ്റെല്ലാത്തിനും വളരെ അത്യുത്തമുള്ള മരുന്നിലൊന്നാണ് മഞ്ഞൾപ്പൊടി. ആ മഞ്ഞൾപ്പൊടി, നല്ല മഞ്ഞൾപ്പൊടി മേടിച്ച് ഉണക്കി ഉപയോഗിച്ചാൽ, ഉപയോഗിച്ചാൽ ശരീരത്തിൻ്റെ രോഗങ്ങൾ തന്നെ മാറിക്കിട്ടും. ഓരോ കഷ്ണം പച്ചമഞ്ഞൾ എത്രയോ അതിൻ്റെ തൊലി കളഞ്ഞ് തിന്നാൻ പറ്റും, അത്രയും ശരീരത്തിന് ഔഷധം. അപ്പോൾ ഈ മഞ്ഞൾ എന്ന് പറയുന്നത് ഇപ്പം പല രീതിയിലാണ് ഉണക്കുന്നത്. ചിലർ പച്ച വെട്ടി ഉണക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, അത് സുഖത്തിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. പച്ചമഞ്ഞൾ പറിച്ച് കഴുകി ഉണക്കി പൊടിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം നിങ്ങളോട് വിശദമായിട്ട് പറയുകയാണ്. നിങ്ങളിത് കേൾക്കണം, വിലയിരുത്തണം, മനസ്സിലാക്കണം. അരി പൊടിക്കാൻ 10 കിലോ കൊണ്ടുപോയി കഴിഞ്ഞാൽ പൊടിക്കുന്ന മാതിരിയിലാണ് മഞ്ഞൾ കൊണ്ടുപോകുന്നത്. മഞ്ഞൾ പൊടിച്ചാൽ തൂളി 10 കിലോ കൊണ്ടുപോയാൽ 9.5 കിലോനുണ്ടാവും. അപ്പോൾ 10 കിലോ 10.5 കിലോ കൊണ്ടുപോയാലാണ് 10 കിലോ പൊടിക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് ആ മഞ്ഞൾ പറിക്കാൻ പോവുകയാണ്. ഞാൻ കൊടുക്കുന്നത് 100% ഗ്യാരണ്ടി ഉണ്ട്. നിങ്ങളോട് വെറുതെ പറയുന്നതല്ല. ഇത് നിങ്ങൾ കാണുന്നതിനും മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും വേണ്ടിയാണ് ഈ പറയുന്നത്. മഞ്ഞൾ പറിക്കുന്നത് കാണുക, അത് കഴുകി ഉണക്കണം. തൊലി കളഞ്ഞ് അതിൻ്റെ ജാരി വരെ കഴുകി ഉണക്കി വെയിലത്ത് വെറുതെ വാർക്കമുകളിൽ കൊണ്ടിടരുത് സുഹൃത്തുക്കളെ. വെറുതെ ഇട്ടാൽ, പുഴിഞ്ഞിട്ടാൽ അതുമ്മയുള്ള മണ്ണ് ഈ മഞ്ഞൾപ്പൊടിയും മഞ്ഞൾമുളക് പിടിക്കും. മഞ്ഞളൊക്കെ പിടിക്കാതിരിക്കാൻ അതിൻ്റെ അടിയിൽ ടാർപ്പായയോ ചാക്കോ പൊളിച്ചിട്ട് ആ പൊളിച്ചിടുന്നതിൽ പരത്തിയിടണം. 2 ദിവസം പരത്തിയിട്ട് കഴിഞ്ഞാൽ, തട്ടിക്കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം പിന്നെ ഒന്നും ചെയ്യില്ല. അത് കഴിയുമ്പോൾ കൊണ്ടുപോയി പൊടിക്കാവുന്നതാണ്. ഇതേ പറിക്കാൻ പോകുന്നത് കാണുക, നിങ്ങൾക്കിത് മനസ്സിലാക്കുക. എനിക്ക് തന്നെ ഓർമ്മയില്ല എന്തോരം സ്ഥലത്തുണ്ടെന്നുള്ളത്. ഞാൻ മഴ പെയ്യുന്ന കണക്കാക്കി കാത്തു വയ്ക്കണം. മഴ എന്ന് വെച്ചാൽ പെയ്യുന്നില്ല. ഒത്തിരി ആൾക്കാർ വന്ന് ചോദിച്ചു പോയി. പല ആൾക്കാരും മഞ്ഞളും പച്ചമഞ്ഞൾ ചോദിക്കുന്നവരുണ്ട്, പൊടി ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യപ്രകാരം ഇന്ന് ഞാൻ രാവിലെ കുറച്ച് പച്ചക്കറിക്ക് പൊട്ടിച്ചിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇതേ മഞ്ഞൾ ഒരു മഴ ഇന്നലെ ചാറി. എന്നാൽ ആ മഴയുടെ തളം കൊണ്ട് നടക്കില്ല. എന്നാലും കുത്തി പറിക്കാൻ നനയ്ക്കണം, അല്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ പറിക്കാൻ പോകുന്നവരെ പന്തലിൻ്റെ ഉള്ളിലാണിത്. നിങ്ങൾ കാണാൻ, ഇത് കണ്ടു പഠിക്കുക. തണവില്ലാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കളെ ഇങ്ങനെ മുറിഞ്ഞു പോണേ. കണ്ട, അത് ഇത് അടിയിരിക്കുന്നുണ്ട്. വലിയ കടയാണ്. ഞാൻ കുറച്ച് പറിച്ചിട്ടുള്ളൂ. ഈ വിത്തിൻ്റെ തുടം നിങ്ങൾ കാണുക. കണ്ട, വളടാത്ത മഞ്ഞളും വളട്ട മഞ്ഞളും നിങ്ങൾ കാണുക. കണ്ടത് എൻ്റെ തുടം കണ്ട. ഓരോ കടകളും കണ്ട. അതൊരു തണവുണ്ടാക്കിയ കടയോടുകൂടി മാങ്ങടക്കം കിട്ടിയാൽ. തണവില്ലാത്തതുകൊണ്ട് ഇത് ഇതുപോലെ പൊട്ടിച്ച് ഇതുപോലെ എടുത്തതിൽ കണ്ട, അതിൻ്റെ വലുപ്പം കണ്ട സുഹൃത്തുക്കളെ. ഇതിൻ്റെ തുടം കണ്ട. ഇതാണ് മഞ്ഞൾ. അല്ലാണ്ട് വടി വെറുതെ വേരും ഞാരല്ല മഞ്ഞൾ. എന്താ, ഇതൊരു കട, വലിയ കടയാണ്. പക്ഷെ ഇത് തണവില്ലാത്തത് കൊണ്ട് കണ്ട, തണവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. എന്താ, പിന്നെ
ഒരു മഴ പെയ്തുണ്ടായി കിട്ടിയാനെ ശരിക്കും ഇതേ കണ്ട കടയുടെ വലുപ്പം കണ്ട. ഒന്നല്ല, അത് ഒരു വലിയ കടയാണ്. വലിയ കട എന്ന് പറഞ്ഞാൽ വലിയ കടയാണ്. കണ്ട എന്താ കണ്ട, ഇതുപോലെ ഇരിക്കും വലിയൊരു വളടാണ്ട് മഞ്ഞൾ തട്ട. ഇത് മണ്ണിൻ്റെ പ്രത്യേകതയാണ്. കണ്ട ഇത് കണ്ട, ഇങ്ങനെ ഇരിക്കുന്ന മഞ്ഞൾ ഒരു ഗുണം ഉണ്ടാവില്ല. വടി പോലെ ഇരിക്കും, വര പോലെ ഇരിക്കുന്ന പറഞ്ഞാൽ കാരണം ഒരു തുടണ്ടാവില്ല. ഇത് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. ഇത് തള്ളയാണ്, ഇത് പിള്ളയാണ്. അതെ, തണവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. കണ്ടത് എന്താ ഇത് തണവില്ലാത്തതുകൊണ്ടാണ്. എന്താ ഒന്നും പോവാനില്ല. കണ്ടത് അല്ലേ? സുഹൃത്തുക്കളെ, ഈ തള്ളേനെ പുഴുങ്ങിക്കഴിഞ്ഞാൽ ഒന്ന് പൊളിച്ചിടണം, വേഗം ഉണങ്ങാൻ. പൊളിക്കരങ്ങനെ പൊളിച്ചിട്ട് കഴിഞ്ഞാൽ ദേ ഈ വേരൊക്കെ കളയാനായിട്ട്. എനിക്ക് വേര് കളയാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഉണ്ടോ? ഇത് വലിയ കടയാണ്. ഇത് വലിയ കടയാണ്. കണ്ട, ഇതൊക്കെ കടകൾ കണ്ടാ. ഇതൊരു കടയാണ്. തണവില്ലാത്തതിൻ്റെ പേരിലാണ് അവിടെ ഇട്ടേക്കണം. തണവുണ്ടായിട്ട് ഇങ്ങനെല്ലാം ആവുക. തണവുള്ളോടത്ത് പോവാ, നോക്കുക, ഈർപ്പുള്ളോടത്ത്. താന ഒരു ചെറിയ തണവുണ്ട്, ഓതുണ്ട്, കളത്താക്കി പോകുന്നത്. ഒരു കടയാണല്ലോ, ഇതാണ് ഒരു കട. കണ്ട എന്താ സുഹൃത്തുക്കളെ, കണ്ടാ കണ്ടാ ഇത് കാന ഇതുപോലെ കൃഷി ചെയ്യുക. കണ്ടതേ എന്താ മണ്ണോ ഒന്നും ഇതുമില്ല. കണ്ടതേ ഇതിനെ പൊളിക്കണം. പൊളിക്കുക കഴിഞ്ഞിട്ടേ കഴുകുക. ഇതിനിപ്പോൾ കഴുകിയിലും കുഴപ്പമില്ല, മണ്ണ് കുറവാണ്. കണ്ടാ സുഹൃത്തുക്കളെ, എന്താ ഒന്നും കളയാനില്ല. കണ്ടാതെ എന്താ മണ്ണൊന്നുമില്ല. എന്താ മണ്ണൊന്നുമില്ലാത്തതാണ് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരുന്നത്. കണ്ടാതെ എന്താ ഇപ്പം എനിക്ക് പുഴുങ്ങി ഉണക്കുന്നതിന് വേണ്ടിയാണ് പറിക്കുന്നത് സുഹൃത്തുക്കളെ. അത് വേറൊന്നിനല്ല, എൻ്റെ വീട്ടാവശ്യത്തിനുള്ളതായി ആവശ്യക്കാർക്ക് കൊടുക്കാൻ ഞാൻ ആരംഭിച്ചിട്ടുള്ളൂ. ഒരു മഴ പെയ്തുണ്ടായെങ്കിൽ ഒന്നും കൂടി തോടുണ്ടായാൽ മഴയില്ലാത്തതുകൊണ്ട് ഇതേ കണ്ട ഒക്കെ പാച്ചിയായി തുടങ്ങി. എന്താ ഈ പാച്ചിയാവണണ്ട. വേറെ പണികളുകൊണ്ട് ഇതിലേക്ക് എത്താൻ പറ്റാത്തതില്ല. വേറെ പണികളുള്ള കാരണം ഒന്ന് അതിലേക്ക് പോകുന്നു. എന്താ
എല്ലാം കൂടി നടക്കില്ല. എന്താ എന്താ ചേനയാണല്ലോ. സുഹൃത്തുക്കളെ, മഞ്ഞൾ പറിച്ചതാണ്, അപ്പൊ ചേന കിട്ടിയ ഇതിപ്പോ പുതുമഴ പെയ്യുമ്പോ മുളയ്ക്കും. ഇതിനൊരു വളർത്ത് മൂടിയാൽ ഓണത്തിന് പറിക്കാം. 3-4 മാസമുള്ളൂ ചേനയുടെ വിളവെടുപ്പ്. 3-4 മാസം കഴിഞ്ഞാൽ ചേന പറിക്കാം. അപ്പോൾ നിങ്ങളിത് കാണാൻ മനസ്സിലാക്കുക. അതെ, ടോമിച്ചേട്ടൻ പറിച്ച മഞ്ഞളാണ് ഇട്ടത്. ഇനി ഇത് നന്നായിട്ട് കഴുകി പുഴുങ്ങാനുള്ള പരിപാടിയാണ്.